ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ. ഇന്നത്തെ വീഡിയോ ഒരു യാത്രാ വ്ളോഗാണ്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെയുള്ള ഒരു യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഫസ്റ്റ് അനുഭവമാണിത്. KSRTC ബസ്സിലുള്ള ഒരു ഉല്ലാസയാത്രയാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് ഞങ്ങൾ രാവിലെ ഒരു 7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ എത്തിയിരുന്നു. ഇത് നിലമ്പൂർ കോടതിപ്പടിക്കലുള്ള KSRTC ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നും നമ്മൾ 5.5 മണിക്കൂർ ഒരു ആഡംബര ഷിപ്പിൽ കയറാനായിട്ടാണ് പോകുന്നത്. ഇത് ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 7 മണി ആയപ്പോഴാണ് സ്റ്റാൻഡിലെത്തിയത്. അവിടുന്ന് നമ്മൾ പുറപ്പെട്ടിട്ട് പിറ്റേന്ന് പുലർച്ചെ ഒരു 3 മണി ആയപ്പോൾ തിരിച്ച് നിലമ്പൂർ തന്നെ എത്തി. അങ്ങനെയാണ് ഈ പാക്കേജ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരാൾക്ക് വരുന്നത് 3900 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതിൽ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ തന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കഴിക്കണം. പിന്നെ നമ്മൾ ഷിപ്പിൽ ചെന്നിട്ടാണ് ബാക്കി ഫുഡെല്ലാം നമുക്ക് ഷിപ്പിൽ ചെല്ലുന്ന നേരത്ത് നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക്, അത് കഴിഞ്ഞ് പിന്നെ കോഫിയും സ്നാക്സും ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഡിന്നറും ഉണ്ടാവും. അതൊക്കെ ഈ 3900 രൂപയിൽ ഉൾപ്പെടും. ബസ്സിലും തന്നെ പോയ സമയത്ത് നമ്മൾ അവിടെ എത്തിയത് അറിഞ്ഞതേയില്ല. പാട്ടും കളിയും ഡാൻസും അതുപോലെ തന്നെ അന്താക്ഷരിയും ഒക്കെ ആയിട്ട് ഒരുപാട് ഉല്ലസിച്ചാണ് നമ്മൾ അവിടെ എത്തിയത്. സമയം പോയത് അറിഞ്ഞതേയില്ല. ഇതിപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും യാത്രയായി. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നതിന് മുന്നായിട്ട് ചായ കുടിക്കാനായിട്ടും ഒരു കോഫി ഷോപ്പിൽ നിർത്തിയിരുന്നു. ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു സീറ്റ് നമ്പർ ഉണ്ടാവും. ആ സീറ്റ് നമ്പർ അനുസരിച്ചാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ചെന്നതിന് ശേഷം ബസ്സിൽ കയറിയിരിക്കേണ്ടത്. പിന്നെ ആ നമ്പർ പ്രകാരം തന്നെയായിരിക്കും നമ്മൾ അവിടെ ഷിപ്പിൻ്റെ അവിടെ എത്തിയതിന് ശേഷം നമ്മളെ അവർ വിളിക്കുക. അതനുസരിച്ച് നമ്മൾ ലൈനായി നിന്നതിന് ശേഷമാണ് അതിനകത്തേക്ക് നമ്മളെ കയറ്റി വിടുക. നമ്മുടെ കൂടെ കണ്ടക്ടറോ അതുപോലെ തന്നെ ബസ്സിൻ്റെ ഡ്രൈവറൊന്നും ഉണ്ടാവില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് അതിനകത്തേക്ക് കയറിപ്പോകണം. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്മൾ കയ്യിൽ പിടിക്കണം. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ട്, ആധാർ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അങ്ങനെ അതാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോവേണ്ടത്. അതവിടെ കാണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളെ അവർ അതിനകത്തേക്ക് കയറ്റി വിടുക. ഷിപ്പിനകത്തുള്ള കാഴ്ചകളെല്ലാം നമുക്ക് അതിമനോഹരമായിരുന്നു. അതിപ്പോൾ നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സീറ്റ് നമ്പർ അനുസരിച്ച് അവർ നമ്മളെ പേര് വിളിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ലൈന് നിന്നിട്ട് ഇതിനകത്തൂടെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഇരുമ്പ് പാലം പോലെ കാണുന്നത് കടലിൻ്റെ അകത്തായിട്ട് സിമെൻറ്റിൻ്റെ ഒരു കമ്പനി ഉണ്ട്. അദാനിയുടേതാണെന്നാണ് പറഞ്ഞത്. അത് എയറിലൂടെ കടത്തിവിടുന്നതാണ് ഈ ഒരു പമ്പ് പോലെ അവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആധാർ കാർഡൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അതൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബസ്സിൽ വന്നിരുന്ന എല്ലാവരെയും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ഷിപ്പിലേക്ക് പോയി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സിമെൻറ്റ് എയറിലൂടെ കടത്തിവിടുന്ന ആ ഒരു ബ്രിഡ്ജ് പോലെയുള്ളത്. അതിൻ്റെ അറ്റം കിടക്കുന്നത് നമ്മുടെ കടലിൻ്റെ ആ അറ്റം വരെയാണ് അത് കിടക്കുന്നത്. ഞങ്ങളവിടെ എത്തിയ സമയത്ത് നല്ല വെയിലായിരുന്നു. ഒരു 3:30-4 മണിയോട് അടുത്തിട്ടുണ്ട് ഞങ്ങളവിടെ എത്തിയ സമയത്ത്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് കപ്പലുകൾ ഇതുപോലെ നിർത്തിയിട്ടിട്ടുണ്ട്. ചരക്ക് കപ്പലും അല്ലാത്ത കപ്പലുകളെല്ലാം ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ കപ്പലിലേക്ക് പോവാം.
ഇപ്പം നമ്മൾ ഷിപ്പിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ചെറിയൊരു ഹാളുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ഈ ഒരു വലിയ ഹാള് വരുന്നത്. ഇതിൽ 200 പേർക്ക് ഇരിക്കാവുന്ന സീറ്റാണ് ഉള്ളത്. അതൊക്കെ വിശദമായിട്ട് തന്നെ ഈ കപ്പലിൻ്റെ എല്ലാ ചരിത്രങ്ങളും വിശദമായിട്ട് തന്നെ ഇവർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിവിടെ ചെന്ന സമയത്ത് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. അതിനുശേഷം അവിടെ 3-4 പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ടുകാരൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടി. അതിനുശേഷം പിന്നെ നമ്മൾ ഷിപ്പിൻ്റെ 2ാമത്തെ നിലയിലേക്ക് പോയി. 2ാമത്തെ നിലയിലാണ് നമുക്ക് ഫുഡൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ സൺസെറ്റ് കാണാനും എല്ലാമായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് നമുക്ക് സൺസെറ്റ് കാണാനുള്ള സൗകര്യവും അതുപോലെ തന്നെ DJ ഒക്കെ ഉണ്ടാവും. അതുപോലെ അവിടെയും കുറേ പാട്ടും ഡാൻസും ഗെയിം ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെയാണ്, ഏറ്റവും മുകളിലായിട്ടാണ്. 2ാമത്തെ നിലയിൽ നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ തന്നെ ഒരു പ്ലേ ഏരിയയും അതുപോലെ തന്നെ മിനി തിയേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഏവർക്കും സ്വാഗതം. 5 മണിക്കൂറാണ് നമ്മൾ ഉല്ലാസം. വലിയ സത്യമാണ്. നന്നായി കഴിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം വർദ്ധിക്കുന്നു. സത്യമാണ്. ബസ് സർക്കുലേഷൻ കൂടും. വെള്ളം കുറഞ്ഞതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. നഫരീഡി തിരഞ്ഞെടുത്തത് നമ്മൾ ഒരുപാട് തിരക്കിടയിൽ ജീവിക്കുന്നതാണ്. അല്പം ആശ്വാസം കാണാതെ വേണം. ഇത്രയും ഒരുപാട് ദൂരെ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ് കിട്ടിയ, നമുക്ക് ഒത്തു കിട്ടിയ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ച ഒരു 5 മണിക്കൂറാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും മസിൽ പിടിച്ച് ഏറി പിടിച്ചൊന്നും സമയം കളയരുത്. അടിച്ചു പിടിക്കണ്ടേ? ഒന്ന് പോയി എല്ലാവരും എനർജി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നഫ്രിഡിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നഫ്രിഡിറ്റി എന്ന് പറഞ്ഞ ഒരു ഈജിപ്ഷ്യൻ രാജ്ഞിയായിരുന്നു. ഫറവ കുടുംബത്തിലെ അഗ്നിന്റെ ഭാര്യയായിരുന്നു നഫ്രിഡിറ്റി. ഏകദേശം 12 വർഷമാണ് നഫ്രിഡിറ്റി ഈജിപ്ത് ഭരിച്ചത്. ബിംബമായിട്ട് പോലും നഫ്രിഡിറ്റി ആരാധിച്ചു പോന്നു. അത്ര നല്ല ഭരണകാലം. പെയിനാണ് നമ്മുടെ ഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ സൗകര്യങ്ങളൊന്നും പരിചയപ്പെടുത്താം. ഇത് ബാങ്കറ്റ് കാർ സിസ്റ്റാന്ന് ഈജിപ്തിന്റെയും ഒരേ സമയം 200 പേർക്ക് യാത്രയുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തൊട്ട് ബാക്കിൽ നമുക്കൊരു ചെറിയൊരു മിനി തിയേറ്റർ ഉണ്ട്. നൈറ്റ് എന്നാണ് അത് ഈജിപ്തിന്റെ നെയിം. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സിനിമ എടുത്തരും. തൊട്ട് മുകളില് റെസ്റ്റോറന്റ് ഉണ്ട്. പിന്നെ പരിശുദ്ധവും പരിപാവനമായ എന്താണ് ബാറുണ്ട്. ഈ ബാറിൽ കേൾക്കുമ്പോ ലേഡീസ് ചിരിക്കണേ. അല്ല, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തല്ലേ? അല്ലെ, നമ്മളൊരു ടൂറല്ലേ? അല്ലെ, കോട്ടെ. ഓക്കെ, മുഖശ്ശേരി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് നമുക്ക് അതെല്ലാം നമുക്കറിയാവുന്ന രീതിയിൽ പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ സ്നാക്സ് കഴിക്കുന്നു. വീണ്ടും സന്ധ്യയ്ക്ക് തന്നെയാണ് പ്രോഗ്രാം. നമുക്കൊരു 7 മണിയും അവര് നമ്മളൊരു എന്റർടൈൻമെന്റ് പാട്ടുകളോ കാര്യങ്ങളായിരിക്കും. അതിനുശേഷം അതിനിടയിൽ നമുക്കൊരു ബ്രേക്ക് കാര്യങ്ങളുണ്ടോ, സൺസെറ്റ് ഒക്കെ കാണാം, ഫോട്ടോസ് ഒക്കെ എടുക്കാം. 7 മണിക്ക് മുമ്പ് തന്നെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യമില്ല. കാര്യം ഒരുപാട് ദൂരം നിന്ന് വന്നതായതുകൊണ്ട് അവർ സമയമൊക്കെ ആകുമ്പോൾ ചിലവ് വിശക്കും. ചിലവരൊക്കെ 7 മണിക്കൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാകുന്നതൊക്കെ ആയിട്ട്. അപ്പൊ കുറച്ച് പേര് കഴിച്ചിട്ട് നമുക്കവിടെ കഴിച്ചു കഴിഞ്ഞവർ ഒന്നല്ലെങ്കിൽ സൺഡക്കിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ ബാങ്കറ്റ് ഹാളിലേക്ക് വരണം. അതിനുശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ DJ. ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ. DJ ചെയ്യാൻ വന്നിട്ടുള്ള കൊച്ചി കാർണിവൽ മലയാളം ഫെസ്റ്റ് DJ പ്ലേ ചെയ്യുന്ന അത്യാവശ്യം ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റാണ് ഇരാജ് മാണിക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് നല്ലൊരു കൈ കൊടുക്കുക. പിന്നെ മറ്റു സിംഗേഴ്സ് അജിത് ഒരുപാട് വർഷങ്ങളുടെ പ്രൊഫഷണൽ കലാകാരനാണ്. ഒരു ബാൻഡ് സിംഗർ കൂടിയാണ്. നല്ലൊരു കൈ. ആർദ്രാവേലായിട്ട് നമ്മുടെ നഫ്രിഡിറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. നല്ലൊരു കൈ കൊടുക്കുക. പിന്നെ സൽമാൻ ഒരുപാട് വർഷങ്ങളുടെ പ്രൊഫഷണൽ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈ. നമുക്ക് അവിടെ ഡാൻസേഴ്സ് ഉണ്ട്. തൊട്ട് മുകളിൽ അക്വാസ്റ്റിക് പെർഫോമൻസ് ഉണ്ട്. മൈക്കൽ ജൈഫിൻ, അദ്ദേഹത്തിന് നല്ലൊരു കൈ.
അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള അതായത് ഗൈഡിംഗ് ഒക്കെ ആങ്കറിംഗ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. ഒരുപാട് ചാനൽ പ്രോഗ്രാംസ് ചെയ്യുന്നതായ ലൈജു പവർ, അദ്ദേഹത്തിനും നല്ലൊരു കൈഡി. ഫൈനൽ മൈസെൽഫ് ബദർപിൽ പവർ, ഞാനും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. കോമഡി ഉത്സവം, കോമഡി മാസ്റ്റേഴ്സിൽ വരാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്കും ചെറിയൊരു കൈഡി. ഓക്കെ, and the safety of your family and friends. An emergency does not come with an alarm, but an alarm will definitely help us tackle that emergency situation in the right way. General alarms are installed all over the ship. 7 short blasts and 1 long blast is your emergency signal. Person inside and throw the nearest lifeboat towards the direction. Yes, men overboard as loudly as you can and inform the nearest crew members. Continue to keep the person inside. Your vessel NB Nefertiti is equipped with fire detection system and fire extinguishing sprinkler system. Both the systems are used. അതിന് ഏറ്റവും മുകളിലായിട്ടാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. ഏറ്റവും മുകളിൽ നിന്നും ഞങ്ങൾ പിന്നെ കോഫി ടൈം ആയ സമയത്ത് രണ്ടാമത്തെ നിലയിലേക്ക് വന്നു. അപ്പോൾ അവിടെ നമുക്ക് കോഫി, പിന്നെ ടീ, അതുപോലെ സ്നാക്സും ഉണ്ടായിരുന്നു. സ്പ്രിംഗ് റോളായിരുന്നു സ്നാക്സ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ തന്നെ നമുക്ക് നല്ല മ്യൂസിക്കും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ലൈവായിട്ട് നമുക്ക് പാട്ട് പാടുന്നതൊക്കെ കേട്ടങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. നമുക്കിഷ്ടമുള്ള പാട്ട് അവർ പാടിത്തരും. അവരോട് നമ്മളത് പറഞ്ഞാൽ മതി. ആദ്യം ഞാനൊരു ഗാനം ആലപിക്കാം. ഓക്കെ, ഇത്ര പേരുന്നത് ഷമീം. ഓക്കെ, ഇവിടെ അടുത്തിരിക്കാമോ? ഫസ്റ്റ് സോങ് കണ്ണടച്ച
എന്തായാലും രണ്ടാമത് പറഞ്ഞ ആൾക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ തെറ്റുത്തരം പറഞ്ഞ് കടന്നു വന്നോളൂ. നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മുടെ മത്സരം എന്ന് പറയുന്നത് വെറുതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മത്സരമാണ്. നമ്മുടെ മത്സരത്തിന്റെ പേര് ഓഹോ. എന്താണ് നമ്മുടെ മത്സരത്തിന്റെ പേര്? ഓഹോ. ആ ഓഹോ, നല്ലൊരു കയ്യടി കൊടുക്കാം. പേരെന്ന് പറയും. ഷെമി, അബിയ, ഹിബ, ലേഖ, ശാലിനി. എവിടെന്നാ വരുന്നത്? നിലമ്പൂര്. 23. ഓഹോ. ആ അടിപൊളി, നല്ലൊരു കയ്യടി കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ തെറ്റരുത്. ഇനി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. 39. 39 പറഞ്ഞ തെറ്റരുത്. 40. അപ്പൊ പെട്ടെന്ന് 41. ഓഹോ, തെറ്റരുത്. 42. 49. ആ നല്ലൊരു കയ്യടി കൊടുക്കാം. അപ്പൊ മത്സരം പഠിച്ചു എന്നുള്ളതാണ്. ഇനി തെറ്റരുത്, പെട്ടെന്ന് പോണം. 103. 401. 402. 312. ആ നല്ലൊരു കയ്യടി കൊടുക്കാം. അപ്പൊ മൂന്നാമത്തെ ആള്, നാലാമത്തെ ആളാണ് ഇനി വരുന്നത്. അഞ്ചാമത്തെ ആളാണ് വരുന്നത്. തെറ്റരുത്, തെറ്റാതെ പറയണം. റെഡി അല്ലേ? 38.
39 39 40 42 ഓക്കെ, അവിടെ പോയി ഓഹോ പോയി. അപ്പോ ഔട്ട് ആക്കേണ്ടതാണ്. അപ്പൊ തങ്കപ്പൻ വലിയ കുഴപ്പമില്ല, നല്ലൊരു കയ്യടി കൊടുക്കാം. പെട്ടെന്ന് പറയാം, ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. ഒന്നുകൂടി ചങ്കപ്പര തങ്കപ്പൻ. അത് തെറ്റാതെ പറയുമെന്ന് എഴുതി. പെട്ടെന്ന് പറഞ്ഞോളൂ. തങ്കപ്പൻ ചമ്പക്കര. തങ്കപ്പൻ ചമ്പക്കര. തങ്കപ്പൻ ചമ്പക്കര. തങ്കപ്പൻ ചമ്പക്കര. അപ്പൊ ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. വലിയ കുഴപ്പമില്ല, നല്ലൊരു കയ്യടി കൊടുക്കാം. രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഒന്നുകൂടി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. അപ്പൊ ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. തങ്കപ്പൻ ചമ്പക്കര. തങ്കപ്പൻ ചമ്പക്കര. തങ്കപ്പൻ ചമ്പക്കര. കാണാണ്ട് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഒന്നേക്കിട. നല്ലൊരു കയ്യടി കൊടുക്കാം, ഒരു പടക്കം പൊട്ടുന്ന ഒരു കയ്യടി. ചേച്ചി അനിയത്തിയാണ്. വെറുതെ അല്ല. അപ്പൊ പെട്ടെന്ന് പറഞ്ഞോളൂ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിലൊത്ത് ചത്തുകുത്തിയിരുന്നു. വരണ്ടായിരുന്നല്ലോ, വീട്ടിലിരുന്നാ മതിയായിരുന്നു. ടൂറെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പണ്ടാറടങ്ങാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിലൊത്ത് ചത്തുകുത്തിയിരുന്നു. പറഞ്ഞോളൂ അവിടുത്തെ ഭാഷ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്ത് ഒത്തുകൂടി കിടക്കുന്നു. അതാണ് നിലമ്പൂര്. അപ്പോ എന്തായാലും നല്ല കയ്യടി കൊടുക്കാം. 5 പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവാണ്. അതിക്ക് മുമ്പ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോ ഉത്തരത്തിൽ മാ എന്ന അക്ഷരം വരരുത്. റെഡിയാണോ? ഉത്തരത്തിൽ മാ എന്ന അക്ഷരം വരാണ്ട് ഉത്തരം പറയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്ന് പറയാം. അറിയില്ല മുഖ്യമന്ത്രിയുടെ പേര്? പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ പേരിൽ മാ ഇല്ല. അതുകൊണ്ട് ആലോചിച്ച് നോക്കണം. എന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാൻ പോരുമ്പോ? പെട്ടെന്ന് പറഞ്ഞോളൂ. ഡാഡി ഉണ്ട്, ഉമ്മമ്മയുണ്ട്. ഉമ്മമ്മ വന്ന മാ വരും. പെട്ടെന്ന് പറയൂ. വീട്ടിൽ ആരൊക്കെയുണ്ട്? മാ വരാണ്ട് പറയണം. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ കുട്ടികളും പിന്നെ എന്റെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ്. നല്ല ആളാണ്. അപ്പോ സാധാരണ ഇതിനെ നമ്മൾ വിളിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കൊച്ചു മിടുക്കം വന്നു. ഒരു 16-17 വയസ്സുണ്ട്. അവന് മനോഹരമായ ഒരു സമ്മാനം. റെഡിയല്ലേ? അപ്പൊ ശ്വാസം വിടാതെ പെട്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ അത്രയും നമ്മൾ കൗണ്ട് ചെയ്യും. ഏറ്റവും ടോപ്പ് ആര് വരുന്നോ അവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 30 വരെ അല്ലേ? 30 വരെ. 31 വരെ പോയിട്ടുണ്ട്. ശ്വാസം വിടാം. 31 ഇവിടെ ഏറ്റവും ടോപ്പ്. ഇവിടെ കൊടുക്കുക. അവിടെ കൊടുത്തിട്ട് ലാസ്റ്റ് നോക്കാം. അന്ന് ലാസ്റ്റ് നോക്കാം. ഓക്കെ, റെഡി? ശ്വാസം വിടാതെ നമ്മൾ മലയാളത്തിൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 47 അല്ലെ? 47 വരെ. നല്ലൊരു കയ്യടി കൊടുക്കുക. അപ്പൊ 47 ടോപ്പ് നിൽക്കുന്നത്. ആലുക്കാസ് ജില്ലയിൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം നിങ്ങൾ കാത്തിരിക്കുന്നു. റെഡി? സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 54. അടിപൊളി, സൂപ്പറായി. അപ്പൊ റെക്കോർഡുകളുടെ പെരുമഴയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 54. നല്ലൊരു കയ്യടി കൊടുക്കാം. അപ്പൊ ഇനിയൊന്ന് ശ്രമിച്ചു നോക്കാം. 54 ഇതൊന്നുമല്ല, 130 വരെ അവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ട്. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136, 137, 138, 139, 140, 141, 142, 143, 144, 145, 146, 147, 148, 149
മതി 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 മതി, കാരണം ആംബുലൻസ് വിളിക്കാനുള്ള വകുപ്പ് ഇല്ല. അതിന്റെ പേരിൽ 81. അപ്പോ ലാസ്റ്റ് ആണ് 81. ഒന്നുമല്ല, അങ്ങാട് കൗണ്ട് ചെയ്യുക. 81 പരാജയപ്പെടുത്തിയ മനോഹരമായ ഒരു സമ്മാനം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 51. അപ്പോ 81. നല്ലൊരു കയ്യടി കൊടുക്കാട്ടോ. അപ്പൊ നമ്മള് എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുക്കാനുള്ള
അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു മാജിക് പേനയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു പ്രത്യേകത എന്തെന്നറിയോ? എഴുതി കഴിഞ്ഞാൽ തെളിയും. അത് തന്നെ. നല്ല ഒരു കയ്യടി കൊടുക്കുക. ഫസ്റ്റ് വന്ന ആൾക്കൊരു സമ്മാനം, അതുപോലെ സെക്കൻഡ് വന്നത് ഇവിടെയാണ്. അപ്പോ ഇതൊരു മരത്തിന്റെ പേന കേട്ടോ. ഇത് ഒരാൾക്ക് ഇത്താൾക്ക് ഒരു സമ്മാനം തരാം കേട്ടോ. വെയിറ്റ് ചെയ്തോളൂ. അപ്പൊ നല്ലൊരു കയ്യടി കൊടുക്കുക. സമ്മാനം ചെറുതെന്ന് നോക്കണ്ട, ഇത് കിട്ടുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. അപ്പൊ ഇവിടെ ഇത്രയും പേര് വന്നിട്ട് 170, അതൊരു വലിയൊരു കാര്യമാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. അപ്പൊ ഇത്താക്കുള്ള സമ്മാനം പുറകെ വരുന്നതാണ്. അപ്പോ നമ്മുടെ സിംഗേഴ്സ് വീണ്ടും എത്തുകയാണ്. ഈ കഴിഞ്ഞ കൊടുത്ത പൈസ മുതലാക്കാൻ പറ്റൂല. അപ്പോ മുതലാക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇനി കൂടുക, കടന്നു വരിക. നല്ല അടിപൊളി പാട്ടുകളുമായി ഞങ്ങളുടെ സിംഗേഴ്സ് വേദിയിൽ. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात उत्कल गंगा
ഇതിപ്പോ രണ്ടാം 5 പേർക്കും കൂടി വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കുടുംബയുടെ എല്ലാവരുടെയും കൂടെ ഒപ്പീനിയനാണ് കേട്ടോ. അങ്ങനെ സ്വീകരിക്കണം എല്ലാവരും. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ റസിയ. ഞാൻ രംഗത്താണിന്നാണ്. എൻ്റെ ഫാമിലിയിൽ വേറെ 4 പേരുണ്ട്. ഒരു 3 പേര് മലപ്പുറത്തു നിന്നാണ്, ഒരാൾ മഞ്ചേരിയിൽ നിന്നാണ്. ഇതിപ്പോ രണ്ടാം 5 പേർക്കും കൂടി വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെയാണ് കപ്പലിൽ രണ്ടാമത്തെ യാത്രയാണ്. ആദ്യത്തെ യാത്രയെക്കാട്ടിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാവരും നല്ലപോലെ നമ്മുടെ പക്ഷേ യാത്ര ആദ്യമായിട്ടാണ്. പിന്നെ KSRTC വിചാരിച്ചപ്പോൾ ആദ്യം വിചാരിച്ചപ്പോൾ KSRTC യാത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. എൻജോയ്മെൻ്റൊക്കെ നമ്മൾ ഷിപ്പിലാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് കയറുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ ഒരുപാട് കണ്ടപ്പോൾ മനസ്സിലായത് വളരെ ബുദ്ധിമുട്ട് കളിയാണ്. അതുകൊണ്ട് ഒന്നും അറിയാത്ത രൂപത്തിലാണ് എത്തിക്കിട്ട് നല്ല എൻജോയ് ചെയ്തു. താങ്ക് യു. ഉപ്പ് രസം ഉണ്ടായിരുന്നു എനിക്ക് സംശയം. എല്ലാവരും കൊണ്ടും എനിക്കറിയില്ല, എനിക്ക് സംശയമായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ അതൊക്കെ ഒരു ആവശ്യമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ, അതിനു വേണ്ടി ഉണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ ഹിബ വളരെയധികം പെർഫോമറാണ്. പക്ഷെ അതിനിടയ്ക്ക് വന്നൊരു കേട്ടോ. ഞാൻ മാത്രമല്ല, നിലമ്പൂരിന്റെ പേര് നിങ്ങൾ കളയാതെ, നിലമ്പൂര് അവിടെ തങ്കലിപിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവർക്കും ഒക്കെ അനുമോദനങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്താം. ഇടതുവശവും വലതുവശവും ഈ ഭാഗത്ത് ആള് കൂടുതലാണ്. എന്നാലും ഇവരാള് കുറവാണെങ്കിലും നിങ്ങളെ അക്ഷരച്ചാട്ടം. നിങ്ങൾക്കിതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ KSRTCയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ തന്നെ ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുമുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും സീസൺ അനുസരിച്ച് എവിടേക്കൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.